നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീരത്വങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായവരും
ഞങ്ങളെ കാരുണ്യാതരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടുകൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദനായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ലോകത്തെയും അതിനുള്ള സകലത്തെയും കൈയോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് ഒറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും മനോപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധമനോപികളുമായ ക്രൂരന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ ആരാധന സമർപ്പിക്കുന്നു.
കർത്താവായ ദൈവമേ, സ്വർഗ്ഗഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ പറഞ്ഞിരിക്കുന്ന ആത്മസാധനം, അങ്ങയുടെ സദൃശനും അങ്ങയുടെ പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമൃത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീകളിൽ നിന്നും ജാതനായി നിയമത്തിനെ അധീനനായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിനെ വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു.
നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതവധിച്ചു പോയ ഞങ്ങളെ സമുദ്രിക്കുകയും വൃദ്ധനായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ശ്രമിച്ച് വിശദീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രിയവത്സര പിതാക്കന്മാരായ ജേക്കബ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ടോണി മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ വിശുദ്ധന്റെ ശരീരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെ പാവന സ്മരണം അങ്ങയുടെ അവിടെയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ നയിച്ചുവെന്നും ഭൂവാസികളെല്ലാവരും പറയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായോടെ സജീവവും ജീവദായകമായ രാത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നിർമ്മലത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഇവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉറപ്പിലുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, നിങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ
അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തു. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിലും എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാര്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വസിഹായി തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകമായി ഇപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം.
പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർത്തലും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തോടാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താലെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിനെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടകളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തിനെ കുറിച്ച് അങ്ങയുടെ മഹനീയ കൃത്യത്തിനെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. Maria
കടലോടെ പ്രതികരണമാകട്ടെ ഞാൻ ഒരു നിമിഷം പ്രശാന്തമായിരിക്കാം. ബഹുമാനപ്പെട്ട ഫിലിപ്പീൻസിന്റെ കർമ്മവാദികളുടെ യാത്രാം ഇവിടെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. വൈദികനാകുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ ധന്യവേളയിൽ ഒരുപാട് പേരോട് നന്ദി പറയാൻ നവവൈദികൻ കടപ്പെട്ടിരിക്കുകയാണ്. പ്രാർത്ഥനയും സാമ്പത്തിക സഹായവും സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ നൽകി ബലിവേദിയിലേക്ക് തന്നെ ആനയിച്ച എല്ലാവരെയും ഇപ്പോൾ അദ്ദേഹം നന്ദിയോടെ ഓർക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ ശ്രമിക്കാം. അങ്ങയുടെ ഔന്നന്യമായ ദാനത്തിന് കർത്താവേ അങ്ങേക്ക് സ്തുതി. ദൈവമേ, നിന്റെ ബലിപീഠത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഒന്നേയുള്ളൂ എൻ്റെ പ്രാർത്ഥന. നിന്നെ സ്നേഹിക്കുവാൻ ഹൃദയം മുഴുവൻ സ്നേഹവും, നിനക്കായി ജീവിക്കുവാൻ മനസ്സ് നിറയെ ആഗ്രഹങ്ങളും, നിന്റെ ജനത്തെ നയിക്കുവാൻ മതിയായ ജ്ഞാനവും, ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചക ശബ്ദമാകുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. 1992 ഡിസംബർ 31 ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുമ്പോൾ 27 വർഷങ്ങൾക്ക് ശേഷം 2019 ഡിസംബർ 31 അത്യുന്നതന്റെ പുരോഹിതനായി ഇനി ദേവാലയത്തിൽ ഞാൻ ജനിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന പൗരോഹിത്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട ദിവസമാണിത്. പൗരോഹിത്യം എന്ന മഹനീയത സമ്മാനിച്ച പുനഃതമ്പുരാനെ ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ. ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് എന്നെ വിളിച്ച് വിശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്ത നല്ല ദൈവത്തിനെ പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയുന്നു. അത്യുന്നതന്റെ പുരോഹിതനായി ഇന്നിവിടെ നിൽക്കുമ്പോൾ എന്നെ കൈപിടിച്ച് ഉയർത്തിയ തൃശ്ശൂർ അതിരൂപതയെയും അഭിമന്യ പിതാക്കന്മാരുള്ള കടപ്പാട് ഒരുപാട്. എൻ്റെ പൗരോഹിത്യ ദൈവോട് തിരിച്ചറിഞ്ഞ് എന്നെ മൈനർ സെമിനാരിയിലേക്ക് സ്വീകരിക്കുകയും പരിശീലന കാലയളവിൽ കരുതലോടെ സ്നേഹിക്കുകയും വൈദിക പരിശീലനത്തിൽ ഉടനീളം വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും എന്നും സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിക്കുകയും തന്റെ കഴിവ് വഴി ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തുകയും ചെയ്ത അഭിമന്യ ആണ്ടൂസ് താഴ്ത്തിനാവിനെ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ റെക്ടറച്ചലും അധ്യാപകരും എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കി എൻ്റെ കഴിവുകൾ വികസിപ്പിക്കുകയും വൈദിക പരിശീലന കാലയളവിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത അഭിമന്യ ടോണി പിതാവിനെ നന്ദി പറയുന്നു. പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും എന്നോടൊപ്പമായിരിക്കുന്ന മാർ ജേക്കബ് തുമ്മടി പിതാവിനെ, മാർ റാഫേൽ തട്ടിൽ പിതാവിനെ, മാർ ബോസ്കോ പുത്തൂർ പിതാവിനെ, തൃശ്ശൂർ അതിരൂപതയിലെ എല്ലാ അധികാരികളെയും, പ്രത്യേകമായി എല്ലാ വൈദികരെയും സംരംഭകരെയും നന്ദിപൂർവ്വം ഞാൻ ഓർക്കുന്നു. മൈനർ സെമിനാരി പഠന കാലഘട്ടത്തിൽ എൻ്റെ റെക്ടറായിരുന്ന പോൾ ആലപ്പാട്ട് പിതാവിനെയും, ആത്മീയ ഗുരുവായ പോൾ ചിറ്റുപടി അച്ഛനെയും, ഷാജു അച്ഛനെയും, അജിത് അച്ഛനെയും, മേജർ അച്ഛനെയും, റോയ് മുഖനച്ഛനെയും, മറ്റെല്ലാ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും അധ്യാപകരെയും വൈദിക വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. തിരുവില്ലാമലയിൽ ഗുരുകുലത്തിലായിരുന്നപ്പോൾ അന്ന് എന്നെ ആധ്യാത്മികമായി നയിച്ചിരുന്ന പോൾ താനിക്കലച്ഛനെയും മറ്റെല്ലാ അധ്യാപകരെയും സിസ്റ്റേഴ്സിനെയും ജോലിക്കാരെയും നന്ദിയോടെ ഓർക്കുന്നു. തത്വശാസ്ത്ര പഠനത്തിനായി മംഗലപുര സെമിനാരിയിലായിരുന്നപ്പോൾ അന്നത്തെ റെക്ടറായിരുന്ന ആന്റണി നരകുളം അച്ഛനെയും, ആനുമേറ്റർമാരായിരുന്ന ഇന്നത്തെ ഇടുക്കി രൂപത മെത്രാനായിരിക്കുന്ന ജോൺ നെല്ലിക്കുന്നേൽ പിതാവിനെയും, മാർട്ടിൻ കലമ്പനച്ഛനെയും, തോമസ് കണ്ണാനിയച്ഛനെയും, മറ്റച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ജോലിക്കാരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. റീജൻസി പരിശീലനം പൂർത്തിയാക്കിയ നെസ്റ്റ് ഡി അഡിക്ഷൻ സെന്ററിലെ ഡയറക്ടറായിരുന്ന ലിജോ ചിറ്റുപടിയച്ഛനെയും, വൈദിക സാനിറ്റോറിയത്തിലെ ഡയറക്ടറായിരുന്ന പോൾ പേരാമംഗലത്തച്ഛനെയും, 2 സ്ഥാപനങ്ങളിലെ വൈദികരെയും സിസ്റ്റേഴ്സിനെയും മറ്റ് ജോലിക്കാരെയും നന്ദിയോടെ ഓർക്കുന്നു. മേരിമാത മേജർ സെമിനാരിൽ ദൈവശാസ്ത്ര പഠനത്തിന് എന്നെ ഏറെ സഹായിച്ച ഗുരുഭൂതരെയും റെക്ടർമാരെയും ആത്മീയ പിതാക്കന്മാരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രത്യേകമായി ബാബു മണ്ണട്ടുപറമ്പലച്ഛനെയും, ജെയ്സൺ കോലപ്പാക്കലച്ഛനെയും, ബിജു നാഗലച്ഛനെയും, ഫ്രീജോ പാക്കലച്ഛനെയും, മിൻസദാ പടച്ചനെയും, ഡേവിസ് കാവുങ്കലച്ഛനെയും, ജോസഫ് തലമുടിയച്ഛനെയും മറ്റൊരു അച്ഛന്മാരെയും വൈദിക വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സിസ്റ്റേഴ്സിനെയും ജോലിക്കാരെയും വളരെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. മേരിമാതാ സെമിനാരിയുടെ അജപാലന പരിശീലനത്തിന്റെ ഭാഗമായി കടന്നു ചെന്ന ചേരിക്കുഴി, കല്ലൂര്, മച്ചാട് ഇടവകയിലെ വികാരിച്ചന്മാരായിരുന്ന ഫ്രാൻസിസ് നീലകാലച്ഛനെയും, സൈമൺ തേറമ്മച്ചനെയും, റാഫേൽ മുത്തുപീടിക അച്ഛനെയും, ഒപ്പം വൈദിക പരിശീലനത്തിന്റെ അവസാന ഘട്ടത്തിൽ
ഡീക്കൻ മിനിസ്ട്രിക്കായി കടന്നു ചെന്ന പുതുക്കാട് ഇടവകയിലെ വികാരിച്ചനായ പോൾസൺ പാർട്ടികളച്ചനെയും കൊച്ചനായ പ്രദീപച്ചനെയും ജസ്റ്റിനെയും സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയും കൈകാരന്മാരെയും മതബോധന അധ്യാപകരെയും ACC വിദ്യാർത്ഥികളെയും ഇടവകക്കാരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ എന്നോടൊപ്പമായിരിക്കുന്ന എല്ലാ വൈദികരെയും ബ്രദേഴ്സിനെയും നന്ദിയോടെ സ്മരിക്കുന്നു. പ്രത്യേകമായി എനിക്ക് പ്രോത്സാഹനമായ എൻ്റെ പ്രിയപ്പെട്ട അങ്കിൾ ഫ്രാൻസിസ് ആൽബച്ചനെയും ജില്ലോ ചിത്രപിടിയച്ചനെയും വർഗീസ് പാൽത്തികളച്ചനെയും റോജർ വാൾപ്പിള്ളിയച്ചനെയും എൻ്റെ ബേസ്മാനായ മേശോച്ചനെയും പ്രത്യേകമായി ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ ആർച്ചുഡീക്കനായിരിക്കുന്ന ബിർജു വാൾപ്പിള്ളിയച്ചനെയും ഇന്നത്തെ ശുശ്രൂഷയിൽ MC-ആയി സഹായിച്ച പാതന്നൂർ ഇടവകയിലെ വികാരിയായിരുന്ന മേശോ വാൾപ്പിള്ളിയച്ചനെയും മറ്റെല്ലാ അച്ഛന്മാരെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലെ ശുശ്രൂഷകളായ ബ്രദർ വിജിനെയും ബ്രദർ അഭിജിത്തിനെയും ബ്രദർ നിർമ്മലിനെയും മറ്റെല്ലാ പ്രദേശിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഞാനൊരു വൈദികനാകുവാൻ എനിക്ക് പ്രോത്സാഹനം തന്ന എരനല്ലൂർ ഇടവകയിലെ മുൻ വികാരിമാരെയും സിസ്റ്റേഴ്സിനെയും പാലന്നൂർ ഇടവകയിലെ മുൻ വികാരിമാരെയും സിസ്റ്റേഴ്സിനെയും പ്രത്യേകമായി ജോർജ് പുറത്തൂരച്ചനെയും ക്ലബിന്റെ വാഴപ്പറമ്പിലച്ചനെയും ദാവീദ് ദേവലച്ചനെയും വർഗീസ് മാലത്തികളച്ചനെയും മേശോ മരട്ടികളച്ചനെയും ജില്ലോ ചിത്രപിള്ളച്ചനെയും ഒപ്പം പാലന്നൂർ ഇടവകയിൽ നിന്നും എനിക്ക് ശേഷം സെമിനാരിയിൽ ചേർന്ന് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ മനോഹരമാക്കുവാൻ കഠിനാധ്വാനം ചെയ്ത ജില്ലോ ബ്രദറിനും സ്നേഹത്തോടെ നന്ദി പറയുന്നു. എനിക്കായി ബലിവേദിയിൽ കരങ്ങൾ ഉയർത്തുകയും ആൾക്കാർ വളരെ മനോഹരമായി അലങ്കരിക്കുകയും ചെയ്ത പാലന്നൂർ ഹോളി ഫാമിലി കോൺവെന്റിലെ എല്ലാ സിസ്റ്റേഴ്സിനും പ്രത്യേകിച്ച് മദറിനും സ്നേഹത്തോടെ ഓർത്ത് നന്ദി പറയുന്നു. സ്കൂൾ പഠനം പൂർത്തിയാക്കിയ എരനല്ലൂർ ഗവൺമെന്റ് LP സ്കൂളിനെയും പുഞ്ചേക്കര സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിനെയും കേച്ചേരി ജ്ഞാനപ്രകാശ് സ്കൂളിനെയും പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ സ്കൂളിനെയും വിജ്ഞാനത്തോടൊപ്പം ആത്മീയത ഊട്ടുകലർത്തിയ എൻ്റെ അധ്യാപകരെയും സിസ്റ്റേഴ്സിനെയും കൂട്ടുകാരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് ഈ ബലിവേദിയിൽ ഞാനായിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും ഏറെ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ അപ്പച്ചനോടും അമ്മച്ചിയോടും എൻ്റെ ജ്യേഷ്ഠനും ഫ്രണ്ടിനോടും റോഷ്മേച്ചിയോടുമാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് അവരുടെ വിശ്വാസവും പ്രാർത്ഥനയും സ്നേഹവുമാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ വൈദികനാകുവാൻ തീവ്രമായി ആഗ്രഹിച്ച് പ്രിയപ്പെട്ട അമ്മാമയോടും മരിച്ചുപോയ എൻ്റെ അപ്പാപ്പന്മാരെയും അമ്മാമ്മമാരെയും എൻ്റെ പ്രിയ ബന്ധുമിത്രാദികളെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു, സ്മരിക്കുന്നു. സെമിനാരി പഠനം തുടങ്ങിയ കാലഘട്ടം മുതൽ എനിക്കെന്നും മാർഗനിർദ്ദേശവും പ്രോത്സാഹനവും സ്നേഹവും പകർന്നുന്നത് എൻ്റെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളാണ്. പ്രത്യേകമായി ചെറിയത്തൽ കുടുംബാംഗങ്ങളെയും ആളൂരി കുടുംബാംഗങ്ങളെയും മറ്റെല്ലാം എൻ്റെ ബന്ധുമിത്രാദികളെ നന്ദിയോടെ ഓർക്കുന്നു. തിരുപ്പട്ട ദാനക്രമത്തിലും തുടർന്നുള്ള കുർബാനയിലും പ്രാർത്ഥനകളിൽ നടക്കുവാൻ സഹായിച്ച അതിരൂപ ഗായക സംഘമായ ഹോളി സ്പിരിറ്റ്സ് ഗായക സംഘത്തെയും തിരുപ്പട്ട ദാനക്രമത്തിലെ ദേവാലയ ശുശ്രൂഷയായ സൈമൺ ചേട്ടനെയും കൂടാതെ അൽത്താര ബാലന്മാർക്കും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ സഹായിച്ച ശാലോം സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫർമാർക്കും വീഡിയോ സൗണ്ട് തുടങ്ങിയ ഭൗതിക മേഖലയെ സഹായിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. സമയാസമയങ്ങളിൽ എനിക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ തന്ന് ഒത്തിരി സ്നേഹത്തോടെ എന്നെയും ഈ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന നിബിൻ തളിയത്തച്ഛനെയും ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾ മികവുറ്റതാക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൈകാരന്മാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾക്കും എല്ലാ സംഘടനകൾക്കും മതാധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പാലന്നൂർ ഇടവകയിലെ ഓരോരുത്തർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. എൻ്റെ തിരുപ്പട്ട ദാനക്രമത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിച്ച് കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വൈദികർ, സൈനിസ്, വിവിധ ഇടവകയിലെ സഹോദരങ്ങൾ എന്നിവർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടായിട്ടും സാധിക്കാത്തവർക്കും അവരുടെ പ്രാർത്ഥനകൾക്കും ഈ സമയം ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സെമിനാരി പഠനകാലത്ത് പ്രാർത്ഥനയിലും സാമ്പത്തികമായി സഹായിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഉപകാരികൾക്കും പ്രത്യേക സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ പ്രിയ ഇടവക ജനത്തിനോടാണ്. ഒരു ഇടവകയിൽ നിന്നും വൈദികരുണ്ടാകുന്നത് അവരുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും ഇടവകക്കാരുടെ പ്രാർത്ഥന മൂലമാണ്. പ്രത്യേകമായി എൻ്റെ പഴയ ഇടവകയായ എരനല്ലൂർ ഇടവകയെയും അയൽ ഇടവകയായ ചെറുനല്ലൂർ ഇടവകയെയും ഇന്നത്തെ ഈ തിരുക്കർമ്മം അനുഗ്രഹപ്രദമാകുവാൻ വളരെയേറെ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എൻ്റെ പാലന്നൂർ ഇടവകക്കാർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. തുടർന്നുള്ള നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെ ഓർക്കണമേ എന്ന് പ്രത്യേകമായി അപേക്ഷിക്കുന്നു. ഞാൻ ഈ പറയാൻ വിട്ടുപോയ എല്ലാവരെയും
പ്രത്യേകമായി ഈ തിരുപ്പട്ട വിജയപ്രദമാകുവാൻ സഹായിച്ച എല്ലാവരെയും ഈ സമയം ഞാൻ നന്ദി പറയുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായത്താൽ എനിക്ക് ലഭിച്ച ഈ പുതുവത്സര സമ്മാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്നേഹത്തോടെ പുതുവത്സര ആശംസകൾ നേരുന്നു. പ്രാർത്ഥിച്ചതിനും സഹകരിച്ചതിനും ഒത്തിരിയേറെ നന്ദി. നവാഭിഷേകത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേക ആനുകൂല്യം ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട കെവിനച്ചൻ തൃത്വൈക ദൈവത്തിന്റെ ആശീർവാദം നമുക്ക് നൽകുകയാണ്. നമുക്ക് മുദ്രമേലായിരിക്കാം. പ്രാർത്ഥനയോടെ കെവിനച്ചൻ എന്ന ആശീർവാദം സ്വീകരിക്കുക. പിതാവായ ദൈവത്തിലെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അപൂർവമായ ഭാഗ്യമാണ് തന്റെ ജന്മദിനത്തിൽ വെച്ച് തന്നെയാണ് തിരുപ്പട്ടം സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അത്തരത്തിലുള്ള ഭാഗ്യം ലഭിക്കുന്നുള്ളൂ. ജന്മദിനത്തിന്റെ സന്തോഷം പങ്കിടാൻ കേക്ക് മുറിച്ച് തന്റെ ജന്മദിനത്തിന്റെ സന്തോഷം പങ്കിടുകയും പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട വൈദികരെ, നവവൈദികന്റെ അഭിഷിക്ത കരങ്ങൾ ചുംബിച്ച് സംഗീതത്തി വഴി പുറത്തേക്ക് ഇറങ്ങുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ബ്രദേഴ്സും അതിനുശേഷം മറ്റുള്ളവരും നവവൈദികന്റെ അഭിഷിക്ത കരങ്ങൾ ചുംബിക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ്. നോക്കി യാത്ര ചെയ്യാം ദൈവത്തെ
ദൈവത്തിൻ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാം.
വദനം ഭാസുരമാക്കണമേ. ദൈവിക കാന്തി നിറച്ചെന്നും വദനം ഭാസുരമാക്കണമേ. നിത്യപുരോഹിതനീശോയേ, നിന്റെ പുരോഹിതദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. മാനവപ്രീതി തേടാതെ മനസ്സിനെ മുദ്രിതമാക്കണമേ. മാനവപ്രീതി തേടാതെ മനസ്സിനെ മുദ്രിതമാക്കണമേ. ദൈവിക രാജ്യം സ്ഥാപിക്കാൻ നിത്യം തീക്ഷ്ണത പകരണമേ. ദൈവിക രാജ്യം സ്ഥാപിക്കാൻ നിത്യം തീക്ഷ്ണത പകരണമേ. എല്ലാവർക്കും എല്ലാമായി തീരാനിവരെ ഒരുക്കണമേ. എല്ലാവർക്കും എല്ലാമായി തീരാനിവരെ ഒരുക്കണമേ. ശുശ്രൂഷയ്ക്കായി നേദിച്ച ജന്മം വിൺമുടി ചൂടട്ടെ. ശുശ്രൂഷയ്ക്കായി നീതിച്ച ജന്മം വിൺമുടി ചൂടട്ടെ. നിത്യപുരോഹിതനീശോയേ, നിന്റെ പുരോഹിതദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. നിത്യപുരോഹിതനീശോയേ, നിന്റെ പുരോഹിതദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാ. പാരിലെ യാഗവേദിയിലായി ബലിവസ്തുവായി ബലിയാഗമായി. പാരിലെ യാഗവേദിയിലായി ബലിവസ്തുവായി ബലിയാഗമായി ഒരുക്കിയെന്നെ എന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ നിത്യമാം ജീവൻ നേടാൻ. തൃക്കൈകളീ ഭൂവിൻ താളുകളിൽ എനിക്കായൊരു ജീവൻ സ്നേഹത്താൽ ഒരുക്കി. തൃക്കൈകളീ ഭൂവിൻ താളുകളിൽ എനിക്കായൊരു ജീവൻ സ്നേഹത്താൽ ഒരുക്കി. ആ ജീവനേകുവാനിതാ വരുന്നു എൻ ജീവിതം യാഗമായേകിടുവാൻ. ആ ജീവനേകുവാനിതാ വരുന്നു എൻ ജീവിതം യാഗമായേകിടുവാൻ. യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാ
നാഥൻ നിത്യമാം ജീവൻ നേടാൻ, നിത്യമാം ജീവൻ നേടാൻ. തിരുഗ്രന്ഥത്തിൻ പാവന താളുകളിൽ എനിക്കായി നവ്യമാ ദിവ്യഹിതമെഴുതി. തിരുഗ്രന്ഥത്തിൻ പാവന താളുകളിൽ എനിക്കായി നവ്യമാ ദിവ്യഹിതമെഴുതി. ആഹിതം നിറവേറ്റാനിതാ വരുന്നു, എൻ ഹിതം യാഗമായേകിടുവാൻ. ആഹിതം നിറവേറ്റാനിതാ വരുന്നു, എൻ ഹിതം യാഗമായേകിടുവാൻ. യേശുവിൻ ബലിയാകുവാൻ, തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ, നിത്യമാം ജീവൻ നേടാൻ. യേശുവിൻ ബലിയാകുവാൻ, തിരുബലിയേകുവാൻ. എന്റെ ആത്മാവ് കാത്തിരിക്കുന്നു. ഓ എന്റെ ഈശോ, അങ്ങിലൊന്നായി തീരുവാൻ മോഹം. എന്റെ ആത്മാവിൽ നീ വന്നു വാണിടണേ, എന്റെ ജീവന്റെ ജീവനായി. എന്റെ ആത്മാവിൽ നീ വന്നു വാണിടണേ, എന്റെ ജീവന്റെ ജീവനായി. ഓ എന്റെ ഈശോ, എന്റെ ആത്മാവ് കാത്തിരിക്കുന്നു. സങ്കടമേറുമ്പോൾ, മിഴികൾ നിറയുമ്പോൾ, മനസ്സു തളർന്നെൻ മുന്നിൽ ശൂന്യത എങ്ങും പടരുമ്പോൾ, ആൾക്കൂട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ, ആരും തുണയായില്ലാതെന്റെ നെഞ്ചം നീറുമ്പോൾ, കരുതൽ നൽകും സ്നേഹവുമായി കൂട്ടിനയക്കണമേ. മനസ്സിനു ധൈര്യം പകരാനെന്നും കൂടെ നടക്കണമേ. നെഞ്ചിനുള്ളിൽ നാഥ അങ്ങ് വസിക്കണമേ. ഓ എന്റെ ഈശോ, എന്റെ
ആത്മാവ് കാത്തിരിക്കുന്നു. ഓ എൻ്റെ ഈശോ, അങ്ങിലൊന്നായി തീരുവാൻ മോഹം. കാരുണ്യം നീയേ, വാത്സല്യം നീയേ, കാരുണ്യത്തിൻ കടലായി എൻ്റെ ഉള്ളിൽ നിറയണമേ. എന്റെ ഈശോ, എന്റെ ആത്മാവ് കാത്തിരിക്കുന്നു. ത്യാഗം നീയല്ലേ, സ്നേഹം നീയല്ലേ, സ്നേഹത്തിൻ മെഴുതിരിയായി എൻ്റെ ഉള്ളിൽ തെളിയണമേ. ഞാനൊരു സ്നേഹപ്പൂച്ചെടിയായി മണ്ണിൽ പൂവിടുവാൻ, നന്മ വിതച്ചി മണ്ണിൽ നിന്നും പുണ്യം കൊയ്തിടുവാൻ. നെഞ്ചിനുള്ളിൽ നാഥ അങ്ങ് വസിക്കണമേ. ഓ എൻ്റെ ഈശോ, എൻ്റെ ആത്മാവ് കാത്തിരിക്കുന്നു. ഓ എൻ്റെ ഈശോ, അങ്ങിലൊന്നായി തീരുവാൻ മോഹം. എൻ്റെ ആത്മാവിൽ നീ വന്നു വാണിടണേ, എൻ്റെ ജീവന്റെ ജീവനായി. എൻ്റെ ആത്മാവിൽ നീ വന്നു വാണിടണേ, എൻ്റെ ജീവന്റെ ജീവനായി. ഓ എൻ്റെ ഈശോ, എൻ്റെ ആത്മാവ് കാത്തിരിക്കുന്നു.
സമൂഹത്തിന് മുമ്പിൽ നിന്ന് സേവനം അനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ച നിസ്സാര കാര്യമാണോ? എത്ര സമുന്നതം ഇന്ന് പുരോഹിത, നീ പരമേറ്റ ഈ വിശേഷ സ്ഥാനം കെരൂബുകൾക്ക് മധ്യേ മഹത്വത്തിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, അങ്ങ് പെവിനച്ചിന് ദാനമായി നൽകിയ ഈ പൗരോഹിത്യ പദവിയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആകയാൽ ദൈവം, നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അഭിഷേകത്തിന്റെ നിറുകടമായ പരിശുദ്ധാത്മാവെ, അനേകരിൽ നിന്ന് വേർതിരിച്ച് വിശുദ്ധീകരിച്ച് ദൈവജനത്തിന്റെ മുമ്പിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ പ്രത്യേകം തെരഞ്ഞെടുത്ത അങ്ങേ കരുതിയുടെ സ്നേഹത്തോട് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് അവനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവനെ നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മൗത്തമാരിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, അങ്ങ് ചെയ്തിരിക്കുന്ന ഉടമ്പടി മനുഷ്യനോടല്ല ദൈവത്തോടാണെന്ന വലിയ ബോധ്യം പെരുന്നച്ചനെ ആഴപ്പെടുത്തണമേ. അവിടുന്ന് അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ദൗത്യം അനുസ്മരിക്കട്ടെ. കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആസ്വദിക്കുവാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത്. ജനത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി കർത്താവിന് ബലി അർപ്പിക്കുന്നതും സ്മരണാംശമായി മുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. ഓ വിശുദ്ധിയുടെ മഹാപുരോഹിതനായ ഈശോയെ, സഹനിഷ്ഠയെ ബലിപീഠമാക്കിയും ആത്മാവിന്റെ ഇരുണ്ട രാത്രികളെ ആദരവോടെ ഉൾക്കൊണ്ടും മുന്നേറിയ വിശുദ്ധരെ പോലെ അച്ഛനെ പരിണയിപ്പിക്കുന്ന ഈ ശുശ്രൂഷ പൗരോഹിത്യം എന്ന സമ്മിളിത പദവിയുടെ നിരന്തരം ഉൾപ്പെടുത്തുന്ന പ്രായോഗിക തലങ്ങളെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് തിരുസഭയുടെ ധീര പടയാളിയാകുവാൻ, മറ്റൊരു ക്രിസ്തുവായി പകരുവാൻ, അങ്ങനെ സ്വർഗീയ ജെറുസലേമിലേക്കുള്ള ദൈവജനത്തിന്റെ യാത്രയിൽ എരിഞ്ഞു തീരുന്ന വഴികളിലാക്കുവാൻ ഈ ജീവിതത്തെ ആശ്രയിച്ചാലും നിത്യപുരോഹിതനായ ഈശോയുടെ അമ്മേ, വൈദ്യയുടെ രാജ്ഞിയെ പരിശുദ്ധ മറിയമേ, അങ്ങേ തിരുക്കുമാരന്റെ തിരുശരീരങ്ങൾ ദിവസവും കരങ്ങളിലെടുത്ത് ആസ്വദിക്കുന്ന ഓരോ പുരോഹിതനെയും അനുഗ്രഹിക്കുവാൻ അമ്മ യേശുവുമായി കടന്നു വരണമേ. അമ്മയുടെ നീല മേലങ്കി കൊണ്ട് അച്ഛനെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. നരകസർപ്പത്തിന്റെ തലകർത്ത പരിശുദ്ധമേ, പാപത്തെയും പാപ സാഹചര്യങ്ങളെയും കൊണ്ട് ഉപേക്ഷിക്കുവാൻ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ അനുഗ്രഹിച്ചാലും വൈദ്യയുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ വിയാനി പ്രാർത്ഥന കൊണ്ടും വിശുദ്ധ കൊണ്ടും പ്രതീക്ഷാ ജീവിതത്തിൽ ആഴപ്പെടാൻ ഞങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. 2 മണിക്കൂറുകൾ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ആയിരുന്ന ദൈവജനത്തെ കുറിച്ചുള്ള ദൈവഹിതം കണ്ടെടുത്ത് നിർവഹിക്കുന്ന വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് പിതാവേ, അച്ഛന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും